ചാനലിൽ സബ്ബില്ല അല്ലെങ്കിൽ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആളുകളാണ് പലരും. പക്ഷെ അവർക്ക് മിസ്സാവുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ YT സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഒരുപാട് സെറ്റിങ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡാറ്റ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും എന്താണ് നമ്മുടെ ചാനലിൻ്റെ പ്രശ്നം, നമ്മൾ എന്താണ് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. പക്ഷെ പലരും അത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അതങ്ങനെ വിട്ടതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ന്യൂ വ്യൂവേഴ്സ്, റെഗുലർ വ്യൂവേഴ്സ്, കാഷ്വൽ വ്യൂവേഴ്സ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഇതിന് തിരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിനെക്കൊണ്ട് എന്താ കാര്യം, ഇത് നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? ഈ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിത് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 90% ആൾക്കാർ ഇതൊന്നും നോക്കിയിട്ടേ ഉണ്ടാവില്ല. നോക്കിയവരാണെങ്കിൽ ഇതെന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടും ഉണ്ടാവില്ല. ഇത് നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ വ്യൂസിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, ഇത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നാണ് ഇന്ന് നോക്കുന്നത്. ഇതേപോലെ ഈ സെറ്റിങ്സും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡാറ്റ വെച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഒരു സീരിയസ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങൾ റെഡിയാണ് എന്ന് പറയാം. നിങ്ങൾ താല്പര്യം കാണിച്ചാൽ മാത്രമേ എനിക്കിങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കഷ്ടപ്പെട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്ത് ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കിയിട്ട് 4000 വാച്ച് അവർ ആക്കാം, 1000 പിന്നെ സബ്ബാക്കുക എന്നൊക്കെയുള്ള വീഡിയോ മാത്രം ചെയ്യേണ്ടി വരും. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലരും നമ്മളിതുപോലെ സെറ്റിങ്സ് നോക്കാനും മറ്റൊക്കെ ആയിട്ട് കുറേ പൈസ കളയുന്നവരാണ്. അവരുടെ പൈസ ലാഭിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള സീരീസിൽ വരുന്നത്. കാരണം നിങ്ങളുടെ സെറ്റിങ്സ് ചെക്ക് ചെയ്യാനൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് ഇതിന് കറക്റ്റായിട്ട് എവിടേക്കാണ് നിങ്ങൾ ചാനൽ പോകുന്നത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് YT സ്റ്റുഡിയോയിൽ. നിങ്ങൾ ഓഡിയൻസിൽ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിന് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ കാര്യം, നമ്മൾ ന്യൂ വ്യൂവേഴ്സ്, റെഗുലർ, കാഷ്വൽ, ഇങ്ങനെ 3 തരം വ്യൂവേഴ്സാണ് നമുക്കുള്ളത്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഞാനും എൻ്റെ മോളും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. വൈകുന്നേരം എൻ്റെ നാട്ടിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും അവിടെ പോകാറുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ, പാലും മുട്ടയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പോൾ അത് വാങ്ങാനായിട്ട് സ്ഥിരമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോകും. പിന്നെ തൊട്ടപ്പുറം മറ്റൊരു കടയുണ്ട്, അത് ഈ സ്റ്റേഷനറി ബുക്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ പോകുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു 1-2 തവണ മാത്രമാണ്. എന്തെങ്കിലും അർജൻറ്റായിട്ട് മോൾക്ക് ഇപ്പം ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും അവൾക്ക് വാങ്ങാനുണ്ടോ, അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ ഈ 2 കടയുടെ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഡെയിലി പോകുന്ന ആളാണ്. രണ്ടാമത്തെ കടയിൽ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം പോകുന്ന ആളാണ്. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാഷ്വൽ വ്യൂവും റെഗുലർ വ്യൂവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് എല്ലാ ദിവസവും വീഡിയോ ഞാൻ ഇടുന്ന, പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെഗുലർ വ്യൂവറാണ്. അതല്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് കാണുന്നത്. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടു, നിങ്ങളതും സ്കിപ്പ് ചെയ്തു, നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടു, ഓക്കെ എനിക്ക് വേണ്ടതാണെന്ന് തോന്നി അത് കണ്ടു, അങ്ങനെ വരുന്ന വ്യൂവേഴ്സാണ് കാഷ്വൽ വ്യൂവേഴ്സ്. ഇപ്പോൾ ഈ 2 വ്യൂവേഴ്സും ഉണ്ടാവും, എല്ലാ വ്യൂവേഴ്സും ഉണ്ടാവും. നിങ്ങളത് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ചാനലിൽ ആരാണ് വരുന്നത് എന്നുള്ളത്. ഇനി ഇതിൽ ഒരു പ്രശ്നം പറയുന്നത്, നിങ്ങളുടെ ചാനലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാഷ്വൽ വ്യൂവറും റെഗുലർ വ്യൂവറും മാത്രമേ ഉണ്ടാവുള്ളൂ, ന്യൂ വ്യൂവേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ഒരു 100 സബ്ബുള്ള ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 50 സബ്ബുള്ള ആളാണെന്നെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആണെങ്കിൽ, അവർ സബ് ചെയ്ത ആളുകളാണെങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും, ഈ കാഷ്വലും റെഗുലർ വ്യൂവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഡാറ്റ മാറുന്നത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് റിയൽ ആയിട്ടുള്ള ഓർഗാനിക് ഡാറ്റയല്ല, നിങ്ങൾ സ്വയം ആളുകൾക്ക് അയച്ചു കൊടുത്ത് കാണിപ്പിക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ ഡാറ്റ മാറും. അതുകൊണ്ടാണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന് പറയുന്ന പ്രധാന കാരണം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധപൂർവ്വം കാണിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ഏജ് കാറ്റഗറി മാറും. അതായത് ഏജിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഏത് ഏജുള്ള ആൾക്കാരാണ് കാണുന്നത്, ഇതുപോലെ റെഗുലർ വ്യൂവേഴ്സിൻ്റെത്. ഈ ഡാറ്റയൊക്കെ മാനിപ്പുലേറ്റഡ് ആവും. അതായത് കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ ചെയ്ത പോലെയാവും. അങ്ങനെ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിൽ വളർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, കാഷ്വൽ വ്യൂവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അത് നോർമലി ആർക്ക് വായിച്ചാലും നിങ്ങൾ ചാറ്റ് ഇട്ടാലും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മനസ്സിലാവാത്ത പ്രശ്നം, ഇതെങ്ങനെയാണ് നമുക്കിതിൽ ചേഞ്ചേഴ്സ് വരുത്താൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ വ്യൂവേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ടാബ് എടുത്ത് നോക്കുമ്പോൾ പുതിയ ആളുകൾ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നേ ഇല്ല. അങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് സീസായിട്ട് അല്ലെങ്കിൽ മുരടിച്ച പോലെയാണ് ഉണ്ടാവുക. പുതിയ ആളുകൾ വരാതെ ചാനലിലേക്ക് ഒരിക്കലും ചെയ്യില്ല, സബ് വരില്ല, അതുപോലെ കൂടുതൽ വ്യൂവേഴ്സും വരില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് ന്യൂ വ്യൂവേഴ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത്, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹീറോ കണ്ടൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹീറോ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾ ആണ് കാണുന്നതെങ്കിൽ അവരോട് പറയാനുള്ളത്, ഹീറോ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പൊതുവെ ആളുകൾക്ക്, ജനങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്ന, നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. നിങ്ങളത് കുത്തിയിരുന്ന് കണ്ടുപിടിക്കുക. അതായത് കുക്കിംഗ് ആണെങ്കിൽ എന്തെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ കുക്കിംഗ്, അങ്ങനെ ഏത് ടോപ്പിക് എടുത്തോട്ടെ, നിങ്ങൾക്ക് അതിൽ ആളുകൾ കൂടുതൽ കാണാൻ താല്പര്യപ്പെടും എന്ന് തോന്നുന്ന ടോപ്പിക്കുകളുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയും ചിന്തിച്ച് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവരുടെ ടോപ്പിക്കൊന്ന് സെർച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അതുപോലെ ലക്ഷങ്ങൾ വ്യൂസ് ഒന്ന് വീഡിയോ കാണാൻ പറ്റും. അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കട്ടെടുത്ത് ചെയ്യണം എന്നല്ല പറയുന്നത്, അതെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാം. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാസത്തിൽ 1-2 ചെയ്താൽ നല്ലതും, അല്ലെങ്കിൽ 1 മതി. ഇനി ഇതിൽ കാഷ്വൽ റെഗുലർ വ്യൂവേഴ്സിൻ്റെ കാര്യത്തിലാണ് കുറച്ച് പണിയുള്ളത്. അതായത് ഈ കാഷ്വൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളാണ്, പക്ഷേ റെഗുലർ വ്യൂവേഴ്സിന് കിട്ടാൻ ഭയങ്കര പണിയാണ്. എനിക്കും റെഗുലർ വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ, എപ്പോഴും ആളുകൾ നമ്മുടെ ഫേസ് കണ്ടാൽ അല്ലെങ്കിൽ നമ്മുടെ തമ്പനയിൽ കണ്ടാൽ ആളുകൾ ചാടി വന്ന് കാണുമെന്നുള്ള സിറ്റുവേഷനിലെത്തിയാലാണ് ഈ റെഗുലർ വ്യൂവേഴ്സ് കൂടുക. അങ്ങനെ ഇപ്പോൾ കരിക്ക് അല്ലെങ്കിൽ കുഡൂസ് മീഡിയയിലും പോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യുന്നത് എപ്പോഴും റെഗുലർ വ്യൂവേഴ്സ് കൂടുതലായിരിക്കും. അത് എപ്പോഴും ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർക്ക് കൂടുതൽ വരിക കാഷ്വലായിരിക്കും. കാഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോയും കാണണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ 5 വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ 2 വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 3 വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇനി ക്യാഷ് വ്യൂവേഴ്സിനെ ആയാലും നമ്മൾ നിലനിർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ടോപ്പിക്ക് ചെയ്താൽ ആ ടോപ്പിക്കിൻ്റെ തുടർച്ചയായിട്ട് അതേപോലെ തന്നെയുള്ള ടോപ്പിക്കുകൾ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ റെഗുലർ വ്യൂവറും കാഷ്വൽ വ്യൂവറും ഉണ്ടാവുള്ളൂ. കാരണം റിട്ടേണിങ്, അത് നമ്മൾ തിരിച്ച് നമ്മൾ വീഡിയോയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വേണം. ഈ തിരിച്ച ആളുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളാണ് ഫെയിലാവുന്നത്. അതായത് നിങ്ങൾ 1,00,000 വ്യൂസ് ഒരു വീഡിയോക്ക് വന്നെന്ന് വിചാരിച്ചു, നിങ്ങൾ നെക്സ്റ്റ് ഡേ ഇടുന്ന വീഡിയോ അതുമായിട്ടും ഒരു ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ കണ്ട ആളുകളൊക്കെ അത് റിജക്റ്റ് ചെയ്യുക. അതോടുകൂടി ആ 1,00,000 പേരിലേക്ക് എത്തിയ ആ ഒരു ബ്രൗസ് ഫീച്ചർ വഴി എത്തിയത് മൊത്തം നമുക്ക് നഷ്ടമാവും. അപ്പോൾ ആരും പിന്നെ നമ്മൾ വീഡിയോ കാണില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോസ് കൂടി ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിലേക്ക് വന്നോളും, അവർ കണ്ടോളും. അപ്പം ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത്, കുറച്ച് പണിയുള്ള കാര്യമാണ്. നമ്മളിത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ അനലറ്റിക്സ് നോക്കി ഇതിൽ ഏതാണ് കുറവ് നോക്കുക. അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPTനോടോ ജെമിനിനോടോ, ഇനി അതല്ല യൂട്യൂബിൻ്റെ തന്നെ നമ്മൾ YT സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്, അതിൽ വഴിയോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടും. പക്ഷേ അത് കൃത്യമായി കൊള്ളണമെന്നൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങളത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ 3 കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതെങ്ങനെ നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റുഡിയോയിൽ അനലറ്റിക്സ് എടുക്കുക, താഴെ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയൻസ് സെലക്ട് ചെയ്യണം. ഓഡിയൻസ് എന്നിട്ട് മുകളിലൊരു ടാബ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ, അതായത് മുകളിൽ ഇത് വന്നിട്ട് തൊട്ട് താഴെ തന്നെ എത്രയാണെന്നുണ്ടാവും. ന്യൂ വ്യൂവേഴ്സ് എത്രയുണ്ട്, കാഷ്വൽ എത്രയുണ്ട്, റെഗുലർ വ്യൂവേഴ്സ് എത്രയുണ്ടെന്നുണ്ടാവും. ഇത് നോക്കിയാൽ മതി, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇനി എല്ലാ പ്രാവശ്യവും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ ഇതിനെത്ര മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ അടുത്ത മാസം എങ്ങനെ മാറ്റം വന്നു, ഈ വീക്കിൽ എത്ര മാറ്റം വന്നു എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അന്നേരം കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങളുടെ ചാനലിലേക്ക് ആളുകൾ വരുന്നുണ്ടോ, അവർ കാണുന്നുണ്ടോ, അവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവും. സ്ഥിരമായിട്ട് കാണുന്നില്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു ടിപ്സ് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഫേസൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തമ്പനയിൽ എപ്പോഴും നിങ്ങളുടെ ഒരു ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്താൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും, ഇന്ന ആളുടെ വീഡിയോ ആണ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ആളുകൾ ക്ലിക്ക് ചെയ്തിട്ട് വരും. വീഡിയോ
അതിൽ ഫേസ് കാണിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ലോഗോസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അതിനെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ റെഗുലർ വ്യൂവേഴ്സും കാഷ്വൽ വ്യൂവേഴ്സും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ചാനലിലൊക്കെ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. കാരണം പലരും എൻ്റെ ഫേസ് കണ്ടിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി തമ്പനയിൽ വായിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ടായിരിക്കും ആൾക്കാർ നോക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടി ശ്രദ്ധിക്കുക. പതുക്കെ ഇതൊക്കെ ആവുള്ളൂ കേട്ടോ. പെട്ടെന്നൊരു ദിവസമൊന്നും ഭയങ്കരമായിട്ട് മാറ്റമൊന്നും വരില്ല. പക്ഷേ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വീഡിയോയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.